ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതവേളയിൽ തിരുവചന കേൾവിക്കായി കാതോർത്തിരിക്കുന്ന എല്ലാ വിശുദ്ധരെയും ക്രിസ്തയേശുവിൽ ഞാൻ സ്നേഹവന്ദനങ്ങൾ ചൊല്ലുന്നു. പ്രിയരെ, ഒരു ചെറിയ കുഞ്ഞ് തൻ്റെ പിതാവിനോട് എല്ലാ ആവശ്യങ്ങളും ചെന്ന് പറഞ്ഞ് നേടിയെടുത്ത് അവനൊരു യൗവനക്കാരനായി തീരുമ്പോഴും സന്തോഷത്തോടെ തൻ്റെ പിതാവിനോട് പങ്കുവയ്ക്കുന്നു. പിതാവ് തൻ്റെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുന്നു. ആ യൗവനക്കാരൻ വളർന്ന് വലുതായി ഒരു പിതാവായി ഒരു അപ്പൂപ്പനായി മാറുമ്പോഴും അടുത്തൊരു തലമുറയോട് അവൻ പറയുക, ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും, എപ്പോഴും എൻ്റെ ദൈവത്തിൻ്റെ സ്തുതി എൻ്റെ നാവിന്മേലിരിക്കും. ദാവീദ് 34 സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നൊരു വാക്യമാണ്, അവസാനത്തെ ഭാഗത്ത് പറയുന്നൊരു ഭാഗമാണ് ഈ വാക്യം. എന്തുകൊണ്ടാണ് ദാവീദെ ഇങ്ങനെ ചിന്തിക്കുവാൻ, ഇങ്ങനെ പറയാൻ തോന്നിയത്? ദാവീദ് പറയും, എൻ്റെ ജീവിതത്തിൽ ആരും എന്നെ ഓർക്കാതിരുന്നൊരു സമയം, എല്ലാവരും എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പനും അമ്മയും എന്നെ മറന്നുപോയ സമയം, എൻ്റെ സ്വന്തം സഹോദരങ്ങൾ ഇങ്ങനൊരു ബ്രദറുണ്ട് എന്ന് ഓർക്കാതിരുന്ന സമയം, ഞാൻ കാട്ടിൽ ഏതെങ്കിലും മൃഗത്തിനിരയായി തീരത്തില്ലേ എന്ന് അപ്പൻ ചിന്തിക്കാത്ത സമയം, എന്നെ ഓർത്ത ഒരു ദൈവം, എന്നെ കണ്ട ഒരു ദൈവം. ദാവീദ് ഈ സങ്കീർത്തന ഭാഗം എഴുതുമ്പോൾ അബീമേലെക്ക് എന്ന് പറയുന്ന ശത്രു രാജാവിൻ്റെ രാജധാനിയിൽ പിടിക്കപ്പെട്ട ഒരു കൊലപ്പുള്ളിയാണ്. അവിടെ നിന്നും രക്ഷപ്പെട്ടു വന്നപ്പോൾ തൻ്റെ ഭക്തൻ പറയുക, ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും, എപ്പോഴും എൻ്റെ സ്തുതി എൻ്റെ ദൈവത്തിനും മാത്രം. മരണത്തെ മുഖാമുഖമായി കണ്ട് മരണത്തിൽ നിന്ന് വിടുതൽ കൊടുത്ത ദൈവത്തെ എത്ര സ്തുതിച്ചാലും മതിവരത്തില്ല എന്ന് പറയുന്ന ഒരു ഭക്തൻ. നാം നമ്മോട് തന്നെ ചോദിക്കുവാൻ തയ്യാറാകണം, മരണം മുഖാമുഖമായി കണ്ട നിമിഷങ്ങൾ എന്തുമാത്രം നമ്മുടെ ജീവിതത്തിൽ വന്നു? മനുഷ്യർ, നമ്മെ മറക്കാൻ പാടില്ലാത്തവർ, തള്ളാൻ പാടില്ലാത്തവർ തള്ളിക്കളഞ്ഞപ്പോൾ, മറന്നുപോയപ്പോൾ, ഒറ്റപ്പെടുത്തിയപ്പോൾ, പരിഹാസമായി തീർന്നപ്പോൾ, അവിടെയെല്ലാം എന്നെ ചേർത്ത് പിടിച്ചൊരു കർത്താവ് അല്ലേ? നമുക്ക് പറയാൻ കഴിയും ഈ പ്രഭാതത്തിൽ, ലോർഡ്, I will praise, all of my praises should be to you. എൻ്റെ എല്ലാ പുകഴ്ചയും അങ്ങയെക്കുറിച്ച് മാത്രം, അങ്ങയ്ക്ക് മാത്രം. ദാവീദിനെ പോലെ നമുക്കും പറയാൻ കഴിയട്ടെ. ഞാൻ ഈ വചനം ധ്യാനിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നിയത്, എല്ലാവർക്കും ഇങ്ങനെ കഴിയുമോ? എല്ലാവർക്കും കഴിയത്തില്ല പ്രിയരെ. പക്ഷേ അപൂർവം ചിലർക്ക് മാത്രമാണ് നമുക്ക് കഴിയുന്നത്. ഇസ്രായേൽ ജനത്തെ നോക്കൂ, 40 വർഷം നടത്തിക്കൊണ്ടുവന്ന ജനം, എന്താ ആവശ്യങ്ങളെല്ലാം നിവർത്തിച്ചു കൊടുത്ത ദൈവം. ആ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി ചെറിയ ചെറിയ വിഷയങ്ങളുടെ മുൻപിൽ പിറുപിറുക്കുന്ന ഒരു ജനം, ദൈവത്തിന് കഴിയുമോ എന്ന് ചോദ്യം ചെയ്യുന്ന ജനം, ദൈവത്തോടും ദൈവിക അധികാരത്തോടും മത്സരിക്കുന്ന ജനം, അവർ ഒരിക്കലും വാഗ്ദത്ത ദേശത്തെത്തിയില്ല. നാം ദൈവത്തിൻ്റെ ദാസനായ ദാവീദിലേക്ക് വരുമ്പോൾ, തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തൻ മറുപക്ഷം ചാടി തനിക്കെതിരെ ശാപവാക്കുകൾ ഉച്ചരിക്കുമ്പോൾ, ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്ന അധികാരമുള്ളവർ, ദാവീദ് രാജാവിൻ്റെ പടയാളികൾ ചോദിക്കുന്നു, വെട്ടിക്കളയട്ടെ. ദാവീദ് പറയുന്നു, അരുത്, അങ്ങനെ ചെയ്യരുത്, എന്നെ ശപിക്കാൻ ദൈവം അവനെ ആക്കി വെച്ചു, ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ, വിടുക അവനെ. നോക്കൂ, എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തുവാൻ നമ്മുടെ അധരങ്ങളിൽ സ്തുതിയുടെ മേലാട തരുന്ന ആ മഹാദൈവം ദാവീദ് പുത്രനായി ജനിക്കുമ്പോൾ ദാവീദിൽ നല്ല നല്ല ക്വാളിറ്റികൾ ദൈവം കണ്ടു. ആ സ്വഭാവം എല്ലാ കാലത്തും എല്ലാ മക്കളുടെ മേലും പകരപ്പെടണം. ഇന്നത്തെ കാലഘട്ടം നോക്കൂ, ആത്മീയത്തിനകത്താണെങ്കിലും പുറത്താണെങ്കിലും
എന്തെങ്കിലും ഒരു കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ, യൂട്യൂബിലൂടെ, വാട്സപ്പിലൂടെ, അത് മറ്റുള്ളവരെ തേജോവധം ചെയ്യുന്ന നിലവാരത്തിൽ അവരെ അപമാനപ്പെടുത്തുവാൻ, അവരുടെ ആത്മീയ ജീവിതം തകർത്ത് കളയുവാൻ അത് പരസ്യം ചെയ്യുക. ഇങ്ങനെ സൈബർ ലോകത്ത് വരുമ്പോൾ ശിമയി എന്ന് പറയുന്ന മനുഷ്യന് തുല്യമായി നമ്മൾ മാറുകയാണ്. പക്ഷേ ഇന്ന് പരിഹാസത്തിൻ്റെ, നിന്ദയുടെ വാക്കുകൾ കേൾക്കുന്ന ദാവീദുമാർ ശിമയിയെ പോലെ അല്ല ആകരുത്, തൻ്റെ പടയാളികളെ പോലെ ആകരുത്. നമുക്കൊരു തീരുമാനമെടുക്കാം. ഞാൻ എല്ലാ കാലത്തും യഹോവയ്ക്ക് മഹത്വം കൊടുക്കും. എൻ്റെ ദൈവം എന്താണോ എന്നോട് പറയുന്നത് അത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ എന്നൊരു തീരുമാനമെടുക്കാം. യെശയ്യാവ് പ്രവചിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, യഹോവ നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ എന്ന് പേരുള്ള ഇമ്മാനുവേൽ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഇതാ ശിശു ജനിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവം എല്ലാ കാലത്തും വേദനയുടെ, കണ്ണുനീരിൻ്റെ, നിന്ദയുടെ, പരിഹാസത്തിൻ്റെ, രോഗത്തിൻ്റെ, ആരും തുണയില്ലാതിരിക്കുമ്പോൾ, ഒരു മനുഷ്യൻ്റെ ആശ്വാസവാക്ക് കേൾക്കാതിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഈ ദൈവം അകന്നു നിൽക്കുന്ന ദൈവമല്ല, നമ്മോട് കൂടെ ഇരുന്ന് നമ്മളെ ആശ്വസിപ്പിച്ച്, ഒരമ്മ തലോടുന്നത് പോലെ, ഒരു പിതാവ് ആശ്വാസം പറയുന്നത് പോലെ ആശ്വസിപ്പിക്കുന്ന ആ മഹാദൈവം നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. നമുക്ക് പറയാം, അതേ കർത്താവേ, എല്ലാ കാലത്തും ഞാൻ അങ്ങയെ വാഴ്ത്തും. എന്തെന്നറിയോ, എൻ്റെ പങ്കാളി മറന്നുപോയപ്പോൾ, എൻ്റെ മക്കൾ എന്നെ തള്ളിക്കളഞ്ഞപ്പോൾ, എൻ്റെ പടയാളികൾ എനിക്കെതിരെ വന്നപ്പോൾ, മരണത്തെ മുഖാമുഖമായി കണ്ടപ്പോൾ, ആശുപത്രിയുടെ കിടക്കയിൽ ഞാനൊരു ഡെഡ് ബോഡിയായി മടങ്ങി വരുമെന്ന് ഞാൻ കരുതിയ നിമിഷങ്ങളിൽ നിന്ന് എന്നെ മടക്കി വരുത്തിയ, ജീവനിലേക്ക് കൊണ്ടുവന്ന ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കും. അതേ പ്രിയരെ, എല്ലാ കാലത്തും ആ ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവത്തിൻ്റെ സ്തുതി പറയാം, ദൈവത്തിന് മഹത്വമുണ്ടാകാം. ദൈവം നമ്മെ ഈ തിരുവചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു.